സൗരയൂഥത്തിലെ ഏറ്റവും അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിന്റെ ആന്തരിക ഘടനയും ഏകദേശം യുറാനസിന് സമാനമാണെന്ന് മാത്രമല്ല ഏകദേശം അതേ അവസ്ഥകളാണ് നെപ്റ്റ്യൂണിലും ഉള്ളത്. പക്ഷേ യുറാനസിന്റെ കോറിനേക്കാൾ വളരെ വലുതാണ് നെപ്റ്റ്യൂണിന്റെ കോർ. ഇതിന് ഭൂമിയുടെ ഇരട്ടിയോളം വലിപ്പവുമുണ്ട്. ഭൂമിയേക്കാൾ 20% കൂടുതൽ മാസമുണ്ട്. ഇതിന് മുകളിൽ ഐസി മാൻഡിൽ. യുറാനസിലെ പോലെ നെപ്റ്റ്യൂണിന്റെ മാൻഡിലും വാട്ടർ, മീഥേൻ, അമോണിയ എന്നീ പദാർത്ഥങ്ങളുടെ ഐസാണ്. ഐസ് എന്ന് പറയുമ്പോഴും അത് ഭൂമിയിൽ കാണുന്നത് പോലത്തെ ഐസ് ആണെന്ന് കരുതരുത്. ഇത് എക്സോട്ടിക് ഐസ് ആണ്. ആയിരക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് താപനിലയും ഭൂമിയുടെ അന്തരീക്ഷ സമ്മർദ്ദത്തിന്റെ പല ദശലക്ഷക്കണക്കിന് മടങ്ങ് സമ്മർദ്ദവുമുള്ള സ്ഥലങ്ങളിലാണ് എക്സോട്ടിക് ഐസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഐസിൽ തൊട്ടാൽ തണുക്കുന്നതിന് പകരം കൈ ഉരുകി പോവുകയായിരിക്കും ചെയ്യുന്നത്. മുൻപ് പറഞ്ഞ യുറാനസിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഇതിന് മുകളിൽ ഹൈഡ്രജൻ ഹീലിയം ലെയറുണ്ട്. ഏറ്റവും മുകളിൽ അന്തരീക്ഷവും. ഈ 2 ലെയേഴ്സും യുറാനസിന് സമാനമാണ്. മറ്റൊരു കാര്യമെന്നത് അവസാനത്തെ 4 ഗ്രഹങ്ങളിലും അവയുടെ ഒരുപാട് ആഴങ്ങളിൽ ഏകദേശം മധ്യഭാഗത്തിനോട് ചേർന്ന് നിരന്തരമായിട്ട് വജ്രമഴ പെയ്യുന്നുണ്ടായിരിക്കും. എങ്ങനെയെന്നാൽ ഈ ഗ്രഹങ്ങളിലെ അതിശയകരമായ സമ്മർദ്ദവും താപനിലയും കാരണം അവയിലുള്ള മീഥേൻ കണികകൾ തകരുകയും അത് കാർബൺ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഈ കാർബൺ സമ്മർദ്ദം കാരണം ഞെരിഞ്ഞമരുകയും ഡയമണ്ടായി മാറുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാ നാളെ തന്നെ നെപ്റ്റ്യൂണിലോട്ട് വെച്ച് പിടിക്കുകയല്ലേ?